ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആരാധകർ ഈ സീസണിൽ ഉടനീളം വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു, മഞ്ഞപ്പട പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ മത്സരങ്ങൾ ബഹിഷ്കരിക്കുന്ന കാഴ്ച വരെ നമുക്ക് ആരാധകരിൽ നിന്നും കാണാൻ കഴിഞ്ഞിരുന്നു. പറയാൻ കാരണം, കഴിഞ്ഞ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ ആകെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിയത് കേവലം 4389 ആരാധകരാണ്. ഏറ്റവും കുറഞ്ഞ രൂപത്തിലേക്ക്, ഏറ്റവും താഴ്ന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 20,000 മുതൽ 30,000 വരെ ആരാധകർ ഉണ്ടായിരുന്ന കൊച്ചി സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ 5,000-ന് താഴെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അഷ്അലിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലബിനകത്ത് ഇത് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സീരിയസ് ആയിക്കൊണ്ട് ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഉള്ളത്. അതുവഴി ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനുണ്ട് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വരുന്ന സമ്മറിൽ കാര്യമായ മാറ്റങ്ങൾ നടത്താനാണ് പദ്ധതി. അങ്ങനെ ആരാധകരെ വീണ്ടും ക്ലബിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ക്ലബ്ബ് വരുന്ന സമ്മറിൽ പ്രവർത്തിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.